വെൽക്കം ടു ഫുഡിൻഷി. നമുക്കൊരു മുഗളായി ചിക്കൻ ഉണ്ടാക്കിയെടുത്താലോ? അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ കുറേ ചിക്കൻ കറിയൊക്കെ ഇതിലുണ്ട് കേട്ടോ. ചിക്കൻ ഗ്രേവി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ഒരുപാട് കറികളുണ്ട്. ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഇതൊന്നും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനൊരു 4 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ ഈ ചിക്കനിൽ കുറച്ച് മസാല, തൈരൊക്കെ ചേർത്തെടുക്കാനുണ്ട്. നോക്കൂ. വെൽക്കം ടു ഫുഡിൻഷി. നമുക്കൊരു മുഗളായി ചിക്കൻ ഉണ്ടാക്കിയെടുത്താലോ? അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ കുറേ ചിക്കൻ കറിയൊക്കെ ഇതിലുണ്ട് കേട്ടോ. ചിക്കൻ ഗ്രേവി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ഒരുപാട് കറികളുണ്ട്. ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഇതൊന്നും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനൊരു 4 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ ഈ ചിക്കനിൽ കുറച്ച് മസാല, തൈരൊക്കെ ചേർത്തെടുക്കാനുണ്ട്. ചിക്കനൊന്ന് കുഴച്ച് വെക്കാനുണ്ട്. ഇത് 3/4 കിലോ ചിക്കൻ, 3/4. ഒന്നര ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയുണ്ട്. നമ്മൾ കുരുമുളകിൻ്റെ പൊടി ഇട്ട് വെക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത് കുഴച്ചെടുക്കുക. ഉപ്പ് ആവശ്യമുള്ള ഇട്ടെടുക്കുക. പിന്നെ തൈര്. ഇതെല്ലാം ചേർത്തെടുക്കുക. ഇത് അണ്ടിപ്പരിപ്പ്, ഇത് ബദാം, ഈ സവാള നമുക്ക് പൊരിക്കുമ്പോൾ അതും കൂടെ പൊരിച്ചെടുക്കാം. ഇത് നന്നായി കുഴച്ചെടുക്കാം. ഇട്ടിട്ട് നമുക്ക് സവാള പൊരിച്ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് സവാള പൊരിച്ചെടുക്കാം. നന്നായി നല്ല കളർ വരണം. നല്ലൊരു കളർ വന്ന് നല്ല മുരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ബാലൻസ് കുറച്ച് മസാലകൾ, പട്ട, കുറച്ച് ജാതിപത്രി ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഏലക്കായ ഉണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെക്കുക. അതൊന്ന് മുരിഞ്ഞിട്ട് അത് നന്നായി മുരിഞ്ഞു. അതൊക്കെ മുത്ത് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കുഴച്ച് വെച്ച ചിക്കൻ ഇട്ടെടുക്കാം. കുറച്ച് സമയം ഇതൊന്ന് നന്നായി ഒന്ന് പൊരിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഇരട്ടി കൊടുത്തിട്ട് അതിൻ്റെ ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാൻ മതി. അല്ലെങ്കിൽ പിന്നെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ചുവ അവിടെ നിൽക്കും. ഉണ്ടോ? ഇത് നന്നായി മൊരിഞ്ഞിട്ട് ഇതിൽ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉണ്ടോ? കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എന്തൊക്കെ ഇടാനുള്ള വെച്ചാൽ നമ്മൾ പൊരിച്ച് വെച്ച് ഉള്ളി പൊടിച്ചെടുത്തിട്ടുണ്ട്. സവാള ഇട്ടെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം.
ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഉണ്ടോ? കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് കുഴച്ച് വെച്ച ചിക്കൻ വന്നാൽ ഇതിലേക്കൊക്കെ കുറച്ച് എന്തായാലും ഉപ്പ് വേണ്ടി വരും. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലേൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് ഗരം മസാല പൗഡറാണ്. ഇതൊന്ന് നന്നായി തിളച്ച് വറ്റി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും പൊടിച്ച് വെച്ചതുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. 2-3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് തയ്യാറായി വന്നിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കട്ടോ. നിർബന്ധമില്ല, ഓപ്ഷനാണ് ക്രീം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ പാത്രം കൊണ്ടുവച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് പൊറാട്ടയ്ക്കാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക. പൂരി, ചപ്പാത്തി എന്തിനു വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റും. നാൻ, റൊട്ടി, കൂസ് എന്തിനു വേണമെങ്കിലും. ഇത് നിങ്ങളുണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ എന്തൊക്കെ ഇട്ടെന്ന് മനസ്സിലാവില്ല. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും എല്ലാം. ഓക്കെ, ബൈ.